study. Like morning I said about sea current and current means here breeze. Sea breeze and land breeze. Here before that activity 8 is there. I wanted to share the screen, but Google is not responding now. ഇത് എന്തോ സംഭവിച്ചിപ്പം ഗൂഗിൾ ഇപ്പൊ ഈ ഫോൺ ഇതിനകത്ത് ശരിയാവുന്നില്ല. അല്ലെങ്കിൽ ഞാനത് എക്സ്പെരിമെന്റ് കാണിച്ചിട്ട് ആവുമെന്ന്. No, it's not getting. Okay, leave it. ഇനിയിപ്പോ നമുക്ക് അതിന്റെ പുറകെ നടന്ന സമയം കളയുന്നല്ലാതെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോക്കാം. അല്ല ഞാൻ വീഡിയോ ഷെയർ ചെയ്തേനെ. Activity 8. Gases are bad conductors of heat. However, heat travels in gas by convection. Gas is a bad conductor of heat. It doesn't passes the heat very fastly. Doesn't send the heat fastly. Slowly only will get. അതായത് നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വായുവിലൂടെ ചൂട് വളരെ സ്ലോ ആയിട്ട് വ്യാപിക്കുള്ളൂ എന്നർത്ഥം. Take a closed rectangular glass box with 2 holes in its top fit 2 wide glasses tubes to form chimneys. Put a small lighted candle below one of the chimneys. Hold a smoldering piece of paper at the top of the other chimney. You will see smoke entering the box through that chimney. It then gets heated up by the candles and comes out of the other chimney. As the air above the candles gets heated, it becomes lighter and rises up. It is replaced by fresh air sucked in from the other chimney. The smoke is sucked in along with the air and sets the convection current shown in the box. See here in this picture, page number 62 I experiment കാണിച്ചിട്ടുണ്ട്. Convection currents in the air. First, we will rectangular shape box. Take a closed rectangular glass box. With 2 holes in its top fit, 2 wide glass tubes to form chimneys. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ 2 ഗ്ലാസിന്റെ പോലത്തെ ചില്ലിന്റെ അല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന അതിനകത്ത് മാറ്റം പറ്റുന്ന നമുക്ക് പ്ലാസ്റ്റിക് മാതിരിയാലും കറ്റുകൊള്ളാനിൽ 2 ചിമ്മിനി പോലത്തെ 2 സാധനം അങ്ങനെ വെക്കുക. Put a small lighted candle below one of the chimney. ഒരു ചിമ്മിനിക്കകത്ത് ഒരു lighted candle to keep. ഒരെണ്ണത്തിനകത്ത് മെഴുകുതിരി കത്തിച്ചത് പയ്യെ ഇറക്കി വെക്കുക. Then hold a smoldering piece of paper at the top of the other chimney. എന്നിട്ട് മറ്റതിനകത്ത് ഒരു പേപ്പർ കത്തിച്ച് വെക്കുക. അതായത് പുകയുള്ള തരത്തിലുള്ള ഒരു പേപ്പർ അതിനകത്ത് മറ്റു ചിമ്മിനിയിലും. So in one chimney we have to keep the lighted candle and in another one we have to keep the paper. You will see smoke entering the box through that chimney. അപ്പം ഈ സ്മോക്ക് ഉള്ള ചിമ്മിനി അല്ല നമ്മൾ പേപ്പർ വെച്ച ആ ചിമ്മിനി കൂടെ സ്മോക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. Then it gets heated up by the candle and comes out of the other chimney. എന്നിട്ട് അതിന്റെ ഈ ഇവിടെ കത്തിച്ച് വെച്ചിരിക്കുന്ന കാൻഡിലിന്റെ ചൂട് കൊണ്ട് ഈ സ്മോക്കിന് ചൂടാകും. ആ ചൂടിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കം ഔട്ട് ത്രൂ ദ അതർ ചിമ്മിനി. മറ്റേ ഇതിലെ കൂടെ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ടേക്ക് 1 റെക്ടാങ്കുലർ ഷേപ്പ് ഗ്ലാസ് ട്യൂബ്, ഒരു ഗ്ലാസ് ബോക്സ് എടുക്കുക. എന്നിട്ട് അതിന് വേറെ 2 ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ചിമ്മിനി പോലെ വെക്കുക. അതില് ഒരെണ്ണത്തിനകത്ത് we have to keep a lighted candle, in another one we have to keep a paper. Paper means a smoldering piece of paper. ഒരു ചുറ്റിക്കുറ്റി മാതിരി വെക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ തീ കത്തിയാലും കത്തിപ്പോകില്ല, പുക വരുള്ളൂ അല്ലെ, അങ്ങനെ പെട്ടെന്ന് കത്തുമല്ല. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ്, ഇതിനകത്ത് ഈ പേപ്പറിനകത്തുള്ള സ്മോക്ക് നേരെ ക്യാൻഡിലിന്റെ അടുത്ത് ആ മറ്റേ ചിമ്മിനി കൂടെ പോകും. അപ്പൊ അവിടുത്തെ ക്യാൻഡിൽ കത്തുമ്പോഴുള്ള ആ ചൂട് കാരണം ആ സ്മോക്കിനും ചൂടുണ്ടായിരിക്കും. As the air above the candle gets heated, it becomes lighter and rises up. It is replaced by fresh air soaked in from the other
chimney. The smoke is sucked in along with the air and sets the convection current shown in the box. അപ്പം നമുക്കറിയാം ക്യാൻഡിൽ കത്തിച്ച് കഴിയുമ്പോൾ എയറിന് ചൂടാകും അല്ലെ. ക്യാൻഡിലിന്റെ ആ ചൂട് കാരണം അവിടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള തൊട്ടടുത്തുള്ള എയറും ചൂടാകും. ആ ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും? എയർ വിൽ ബിക്കം ലൈറ്റ്, വെയിറ്റ് കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? ഫാസ്റ്റ്ലി ഇറ്റ് വിൽ സ്പ്രെഡ് ടു അതർ പ്ലേസസ്. വേഗം അത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. കാരണം വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് മൂവ് ആകും. അപ്പൊ അവിടെയുള്ള ആ എയർ, അതായത് പുക പിടിച്ച എയർ പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ട് പകരം അവിടെ ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദ ഫ്രഷ് എയർ. ചൂടുള്ള എയർ, അതായത് ആ ചൂടുള്ള പുക വന്നപ്പോൾ പുകയ്ക്ക് ചൂടുള്ളതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ അത് വേഗം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കും. പകരം നല്ല ഫ്രഷ് എയർ അവിടെ വരും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്മോക്ക് കംസ് ഔട്ട്. ജസ്റ്റ് ഹോൾഡ് യുവർ ഹാൻഡ് ജസ്റ്റ് ബിലോ ദ into that smoke. When there is fire in your stove means here charcoal stove I mean. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന് പുക വരുന്നില്ല അല്ലെ. നമ്മുടെ വിറക് കത്തിക്കുന്ന അടുപ്പിൽ നമുക്കറിയാം when firewood burns smoke comes. And if you just keep your finger like this way or hand like this way, you can feel hotness for that smoke. ആ പുകയ്ക്ക് നിങ്ങൾക്ക് ചൂട് തോന്നും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ തീ കത്തിച്ച് കഴിഞ്ഞിട്ട് തീക്കകത്ത് കൊണ്ട് കൈ വെക്കരുത്. മിസ് പറഞ്ഞു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിട്ട് തീ കൈ വെച്ചേക്കരുത്. your fingers will get burnt. Then where you have to keep your hand where there is smoke. ആ തീ കത്തുന്നതിന് മേലേക്ക് സ്മോക്ക് വരും അല്ലെ. ആ സ്മോക്കിന്റെ അവിടെ നിങ്ങൾ കൈ വെച്ച് നോക്കുക. സ്മോക്ക് ഈസ് വെരി ഹോട്ട്. ദെൻ ആ സ്മോക്കിന് ഹോട്ട് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നേ? സ്മോക്കിന് ചൂട് വരുമ്പോൾ ആ എയർ എക്സ്പാൻഡ് ആകും അല്ലെ. ഇറ്റ് ബിക്കംസ് വെരി ലെസ്, മീൻസ് ലൈറ്റ് ആയിട്ട്, അതായത് ഹെവി അല്ലാതെ ഹെവിലെസ് ആയിരിക്കും, വെയിറ്റ് ഇല്ലാതെ വരും. അപ്പൊ വെയിറ്റ് വിൽ സ്പ്രെഡ് എവരിവെയർ വെരി ഫാസ്റ്റ്ലി. സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ വേഗം അവിടെ സ്പ്രെഡ് ആകും. അങ്ങനെ സ്പ്രെഡ് ആകുമ്പോഴേക്ക് ഈ സ്മോക്ക് എന്തുകൊണ്ട് നമ്മൾ ഇത്തിരി കഴിയുമ്പോൾ കാണുന്നില്ല സംഭവത്തെ? Can you see that smoke always there? No, we cannot see. The smoke will disappear fastly because the smoke is hot then and it becomes heavyless since it expands and it will spread to the air and fresh air will be replaced there. ആ സ്മോക്ക് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഫ്രഷ് എയർ വന്നു കഴിഞ്ഞു. സ്മോക്ക് ഹാസ് ബീൻ സ്പ്രെഡ് ടു ദ അറ്റ്മോസ്ഫിയർ. മനസ്സിലായോ? സെയിം എക്സ്പെരിമെന്റ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ഇത് സ്മോക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ഗ്ലാസ് ട്യൂബ് എടുക്കാൻ പറഞ്ഞേക്കുന്നത്, ഗ്ലാസ് ബോക്സ് എടുക്കാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ബൈൻഡ് ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ട്യൂബ് എടുത്തിട്ട് ഇത് കത്തിച്ച് ഓരോന്നത്തിലൂടെ പുക വരുന്ന രീതിയിൽ കത്തിച്ച് പേപ്പർ വെക്കുക. എന്നിട്ട് പുക ഈ ട്യൂബിലൂടെ കയറി പോകുമ്പോൾ ചൂടാകും. when it comes out, when the smoke comes out, we can see that it expands because it becomes lightless, means heavyless, weight ഇല്ലാത്ത രീതിയിലാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ആ സ്മോക്ക് it will spread to the air. When this smoke comes out, fresh air, new air will come and replace there. പുതിയ എയർ വരും. സെയിം വേ ഹിയർ സീ ആൻഡ് ലാൻഡ് ബ്രീസിനെ കുറിച്ച് ഞാൻ രാവിലെ പറഞ്ഞു. എന്താണ് എന്ന് വെച്ചാല് യൂഷ്വലി സാധാരണയായിട്ട് നമുക്കറിയാം ഡ്യൂറിങ് ദ ഡേ സൺ we get sun's heat, isn't it? Compared to night, during the day we get more light and heat also. നമുക്ക് രാത്രിയെ അപേക്ഷിച്ച് നമുക്ക് പകലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് അല്ലെ. സൺറൈസിന്റെ ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത്. സോ ഡ്യൂറിങ് ദ ഡേ the sun's heat will make the land air to be fastly heated compared to the sea air. Sea, അതായത് പകൽ സമയത്ത് കരയിലെ, അതായത് ലാൻഡിലുള്ള ബ്രീസ് ഈ സണ്ണിന്റെ ഹീറ്റ് കൊണ്ട് പെട്ടെന്ന് ചൂടാകും. നമ്മള് കടലിന്റെ ആ ഭാഗത്തുള്ള എയറിനേക്കാളും വേഗത്തിൽ കരയിലുള്ള എയർ പെട്ടെന്ന് ചൂടാകും. സോ മെയിൻ തിങ് ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ ഇസ് the breeze which is heated will expand very fastly and it becomes heavyless, means no weight for that, weightless. ചൂടാകുമ്പോൾ ഈ കരയിലുള്ള എയറിന്റെ വെയിറ്റ് കുറയും. നമുക്കറിയാം
usually we know that a thing which is very light, means which has no weight, will move fastly. വേഗം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും അല്ലെ. നമുക്കറിയാം ഒരു കാറ്റ് വീശുമ്പോൾ എന്തുകൊണ്ട് കരിയിലൊക്കെ പറന്നു പോകുന്നു? ബിക്കോസ് ഇറ്റ് ഈസ് ഹെവിലെസ്, വെയിറ്റ്ലെസ്. സോ അത് നമ്മളൊന്നും പറന്നു പോകാതെ ചെറിയ ചെറിയ കമ്പ് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചെറിയ ലീഫ് ഒക്കെ പറന്നു പോകാൻ കാരണം ഇറ്റ് ഹാസ് വെരി ലെസ് വെയിറ്റ്, ചെറിയ വെയിറ്റ് ഉള്ളൂ, അതുകൊണ്ടാണ്. Like the same way here, during the day, the breeze in the land gets heated fastly and it will expand fastly compared to the sea breeze. And when it becomes heavyless or weightless, it will automatically move to the place where there is heavy air. That means in the sea. Sea ഭാഗത്ത് അപ്പോൾ പതിയെ ചൂടാകുള്ളൂ. സീയുടെ ഭാഗത്തുള്ള എയർ പതിയെ ചൂടാവുള്ളൂ കമ്പയർ ടു ലാൻഡ്. ലാൻഡിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ചൂടാവുന്നില്ല. അപ്പൊ ഇവിടെ ലാൻഡിൽ പെട്ടെന്ന് ചൂടാവുകയും അതുകൊണ്ട് തന്നെ എക്സ്പാൻഷൻ നടക്കുകയും പെട്ടെന്ന് തന്നെ അത് വികസിച്ച് അതിന് വെയിറ്റ് കുറഞ്ഞ് അത് ഈ തണുത്തിരിക്കുന്ന എയറിന്റെ അങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അത് കടലിലേക്ക് പോകുന്നു. ഇനി അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? കടലിലുള്ള നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു നനഞ്ഞ തുണിക്കൊക്കെ, നനഞ്ഞ വസ്തുക്കൾക്ക് ഭാരം കൂടുതലാണ്. സെയിം വേ the air which has a cool or cold has more weight. അത് പതിയെ ചൂടാവുകയുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? പകരം ഇങ്ങോട്ട് ഈ തണുത്ത കാറ്റ് വരും. മനസ്സിലായോ? ഇനി നൈറ്റിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നൈറ്റ് വാട്ട് ഹാപ്പൻസ്? ലാൻഡ് വേഗം തണുക്കും, പക്ഷേ സീ പതിയെ തണുക്കുള്ളൂ. സീയെ സംബന്ധിച്ചിടത്തോളം സീ സ്ലോ in case of getting heated and in case of getting cool. രണ്ട് കേസിലാണെങ്കിലും പതിയെ ചൂടാകുകയുള്ളൂ പകൽ സമയത്ത്. രാത്രി ആകുമ്പോൾ ആ ചൂട് അങ്ങനെ പതിയെ 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 കുറഞ്ഞ് പതിയെ തണുക്കുകയുള്ളൂ. പക്ഷെ ലാൻഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാകും, അതുപോലെ സന്ധ്യ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നൈറ്റില് സീ ബ്രീസില് അവിടെ ഹെവി വെയിറ്റ് കുറവായിരിക്കും. കാരണം ഇറ്റ് ഈസ് ഹീറ്റ് എയർ ദർ. സോ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ എയർ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അങ്ങോട്ടേക്ക് ലാൻഡിൽ നിന്നും തണുത്ത എയർ മാറും. അവിടെ എയർ കുറയുമ്പോൾ ഇവിടുന്ന് ലാൻഡിൽ നിന്നും തണുത്ത എയർ മാറും. Okay, sea breeze and land breeze. See here, in coastal areas, the breeze generally flows from the sea towards the land during the day, and from the land towards the sea during the night. Sea and land breezes are actually convectional currents. Let us see how they are produced. എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത്? ഇപ്പൊ ടീച്ചർ പറഞ്ഞു തന്നെയാണ്. You know that water has a higher heat capacity than land. This means that water takes a longer time to heat up than the time taken by land. അത് ചൂടാകാന് ലാൻഡിനേക്കാൾ കൂടുതൽ സമയം സീക്ക് വേണം, വെള്ളത്തിന് വേണം. അതുപോലെ തന്നെ തണുക്കാനും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഒരു സാധനം കൊണ്ട് ഒരു എന്തേലും I have a pencil. ഞാൻ ഈ പെൻസിൽ അടുപ്പത്ത് വെച്ച പെട്ടെന്ന് തന്നെ ഈ സാധനം ചൂടാകും അല്ലെ? തീ കത്തുന്നതിന്റെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാവുന്നു. അതേസമയം കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മതി, ഇത്രയും വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാകാൻ ഇതിനേക്കാൾ താമസം എടുക്കും അല്ലെ? അപ്പം വെള്ളം പതിയെ ചൂടാകുള്ളൂ, ഒപ്പം പതിയെ തണുക്കുള്ളൂ വേണം. അത്ര ഈ സാധനം നമ്മൾ നല്ലപോലെ ചൂടായിരുന്ന എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ദിസ് ഈസ് കൂൾ ദെൻ. ബട്ട് അത്രയും വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു? തണുക്കണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സമയം വേണം. ദാറ്റ് മീൻസ് water is slow in all the cases, like tortoise. Tortoise സ്റ്റോറി ഓർക്കുന്നില്ലേ നിങ്ങള്? ടോട്ടൈസിന്റെ റാബിറ്റിന്റെ സ്റ്റോറി ഓർക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്. വെള്ളം പതിയെ ചൂടാകുള്ളൂ, പതിയെ തണുക്കുകയും ചെയ്യുള്ളൂ കമ്പയർ ടു ദ ലാൻഡ്. ഓക്കെ, you know that water has a higher heat capacity than land. This means that the water takes a longer time to heat up than the time taken by land. It also takes a longer time to cool down also. Not only hot, to cool also it will take a long time. During the day, land heats up more than water. The air over the land becomes hotter and lighter and rises up. The air from the sea, which is cooler and heavier, rushes to take the place created by hot rising sun. Therefore, the sea breeze blows during the day. അപ്പം during the day എന്ത് സംഭവിക്കുന്നു? ഈ സൺലൈറ്റ് കാരണം, സണ്ണിന്റെ ഹീറ്റ് കാരണം the breeze or the air in the land gets heated fastly and it will, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സ്പാൻഡ് ആകും, വെയിറ്റ്ലെസ് ആകും. സോ ഇറ്റ് വിൽ റൈസ് അപ്പ്, മേലേക്ക് പോകും. അതായത്
വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോൾ കടലിലുള്ള തണുത്ത കാറ്റ് എന്ത് ചെയ്യുന്നു? തണുത്ത എയർ വേഗം ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യും. എയർ എന്ന് പറയുമ്പോൾ നമ്മൾ പിടിച്ചു കെട്ടി നിൽക്കുന്ന ഒരു സാധനം അല്ല അല്ലെ? തടഞ്ഞു വെക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് വിൽ കം ടു ദ ലാൻഡ് ഫാസ്റ്റ്ലി. പെട്ടെന്ന് തന്നെ കരയിലേക്ക് വരും. അതുകൊണ്ട് ഡ്യൂറിംഗ് ദ ഡേ കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. ദാറ്റ് ഈസ് സീ ബ്രീസ്. ആൻഡ് അറ്റ് നൈറ്റ് വാട്ട് ഹാപ്പൻസ്? സെയിം തിങ്, സ്ലോലി നമ്മുടെ കടലിലെ വെള്ളം തണുക്കുകയുള്ളൂ. ബട്ട് കരയിലെ എയർ പെട്ടെന്ന് തണുക്കും. കടലിലെ എയർ slowly it will get cooled. So by the time land air will be cooled. അപ്പൊ കൂൾ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കടലിലെ വെള്ളം ചൂടായതുകൊണ്ട് തന്നെ കടലിലെ എയർ ചൂടായത്, വെള്ളമല്ല എയർ ചൂടായതുകൊണ്ട് അത് റൈസ് ആകും, മേളിലേക്ക് പോകും. കാരണം it has not much weight there now, isn't it? So അത് മേളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ലാൻഡിലുള്ള ബ്രീസ് അല്ലെങ്കിൽ എയർ തണുത്തിരിക്കുന്നതാണ്, അത് ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് തള്ളിക്കയറും. അതായത് കരയിൽ നിന്നും കാറ്റ് അങ്ങോട്ട് കടലിലേക്ക് വീശും അറ്റ് നൈറ്റ്. മനസ്സിലായോ? സോ സീ ബ്രീസ് കംസ് ഡ്യൂറിംഗ് ദ ഡേ. പകൽ സമയത്താണ് സീയിൽ നിന്നും ബ്രീസ് വരുന്നത്. കാരണം അവിടെ തണുത്ത എയർ ആണുള്ളത്. ഇവിടെ ചൂട് എയർ ആയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എയർ മേലിലേക്ക് പോയത് കൊണ്ട്. നെക്സ്റ്റ് നൈറ്റില് നേരെ ഓപ്പോസിറ്റ് ആണ്. കരയിലെ എയർ, ലാൻഡ് എയർ ഈസ് കൂൾ. അപ്പൊ ഇവിടെ ഹെവി ആണ്. അപ്പൊ ഇവിടുത്തെ എയർ എന്ത് ചെയ്യുന്നു? അവിടുത്തെ എയർ പോയി കഴിയുമ്പോൾ ചൂടായിട്ട് മേലിലോട്ട് മാറി കഴിയുമ്പോൾ ഈ ലാൻഡിലുള്ള എയർ നേരെ കടലിൽ റീപ്ലേസ് ചെയ്യാൻ പോകും. അപ്പോൾ രാത്രിയിൽ നൈറ്റ് ലാൻഡ് ബ്രീസ് ആൻഡ് ഡ്യൂറിംഗ് ദ ഡേ സീ ബ്രീസ്. മനസ്സിലായോ? ഇത് ഈ കൺവെക്ഷൻ ഓഫ് എയറിന്റെ സെയിം പോളിസിയാണ്. ഡ്യൂറിംഗ് ദ നൈറ്റ് ലാൻഡ് ലൂസ് ഹീറ്റ് faster than water and becomes cooler. The air over the sea is now warmer. സന്ധ്യയാകുമ്പോഴേക്കും ഈ കടലിന്റെ അവിടെയുള്ള എയർ is not cooled, it is warmer still. So what happens? The air over the sea is now warmer and it rises up and the cooler air over the land will replace it. ഇവിടെ തണുത്ത എയർ നേരെ അവിടെ സ്ഥലം കാണുമ്പോൾ കാലിയായ സ്ഥലത്തേക്ക് ഇടിച്ചു കയറും. Thus we observe a land breeze at night. Okay, see that picture. ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ നോക്കിയിട്ട് ഇതാകുന്നേ ഇല്ല കേട്ടോ. എന്തോ ഗൂഗിളിന്റെ ഈ കമ്പ്യൂട്ടറിൽ ശരിയാവുന്നില്ല. ഞാൻ രാവിലെ ക്ലാസ് എടുത്ത് താഴത്തെ കമ്പ്യൂട്ടറിന് അവിടെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ അവിടെ എനിക്ക് വേറെ ക്ലാസ്സിലുണ്ട്, ശരിയാവാത്തന്നെ. ഓക്കെ, ലീവ് ഇറ്റ്. മനസ്സിലായോ നിങ്ങൾക്ക്? വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് ഈസ് സീ ബ്രീസ് ആൻഡ് വാട്ട് ഈസ് ലാൻഡ് ബ്രീസ്? ആൻഡ് മരിയ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ആഷിക, did you understand what is sea breeze and what is land breeze? Sean? Okay. See that picture, figure 6.8. Sea and land breeze in the coastal areas are convection currents. See, during the day, sunrise is there, sunlight is there. That time what happens? ലാൻഡിലുള്ള എയർ പെട്ടെന്ന് ചൂടാകുന്നു. ദാറ്റ് എയർ വിൽ റൈസ് അപ്പ്, മുകളിലേക്ക് മാറുന്നു, പോകുന്നു, ചൂടായിട്ട് വെയിറ്റ് കുറയുമ്പോൾ. അപ്പൊ സീയിലുള്ള ബ്രീസ് എന്താണ്? തണുത്ത എയർ ആണ്. ദാറ്റ് എയർ വിൽ കം ടു ദ ലാൻഡ്. അപ്പൊ എയർ വരുന്നതാണ് നമുക്ക് കാറ്റെന്ന് പറയുന്നത്. അപ്പൊ സീ ബ്രീസ്. ഇനി നൈറ്റിൽ എന്ത് സംഭവിക്കുന്നു? ലാൻഡിലെ എയർ തണുത്തു, ബട്ട് സീ എയർ ഈസ് നോട്ട് അറ്റ് സ്റ്റിൽ കൂൾ, ഇറ്റ് ഈസ് ഹോട്ട്. Appa that air will go up, sea air will go up and from land air will replace the sea air. Appa land il ninnu angotu pogum, appa adu night land breeze. Okay, next applications of convection. One minute. Okay. In houses made in earlier times, ventilators were provided high up on the walls. This was because the air we breathe out is warmer and lighter and rise up. Warm air escapes from the ventilators. It is replaced by cool and heavier fresh air coming in from doors and windows below. Thus, stale air goes out at the top and fresh air comes in from the below due to the convection currents set up in the air in the room. And I hope in all your houses ventilations are there. Ventilations. What is the meaning of ventilation? Ventilation എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹോസ്പിറ്റലിലെ വെന്റിലേറ്റർ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ വെന്റിലേറ്റർ ഉണ്ടാവും. എന്താണ് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഡു യു നോ? ആഷിക, ഡു യു നോ വാട്ട് ഈസ് വെന്റിലേറ്റർ? വെന്റിലേഷൻ മീൻസ് who know? Sean? ഓഡിയോ ആൻഡ് വീഡിയോ both are off. ഫേറ്റിന്റെ വീട്ടിൽ വെന്റിലേഷൻ ഉണ്ടോ? എന്താ ഈ വെന്റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? Do you have windows at home? വിൻഡോസ് ഒക്കെ ഉണ്ടോ? അതിന്റെ ഫേറ്റിന്റെ ഒക്കെ വീട് നോക്കിക്കാൻ നിങ്ങൾക്ക് എനിക്ക് ക്ലിയർ ഇല്ല പറയുന്നത്. ഓക്കെ യു മ്യൂട്ട് യുവർസെൽഫ്. നോട്ട് ക്ലിയർ. See your windows in your room. നിങ്ങളുടെ വിൻഡോസ് ശ്രദ്ധിച്ചേ. അതിന്റെ മുകളിൽ വേറൊരു ചെറിയൊരു സാധനം ഉണ്ടോ? ചെറിയ ഹോള്. തീരെ സ്മോൾ അല്ല. വിൻഡോസ് കഴിഞ്ഞിട്ട് അതിന്റെ മേലിൽ ഒന്നോ രണ്ടോ ചെറിയ എയർ കയറാനോ ഒക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഉണ്ട്. ദാറ്റ് ഈസ് വെന്റിലേറ്റർ. അതാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആഷിക്കിന്റെ അവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ കണ്ടില്ല. ആഷിക്ക് ഷോണിന്റെ ഷോണേതുള്ള ഫോണിലാണോ മൊബൈലിലാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ഓക്കെ, ആ ജനലിന്റെ അപ്പുറത്തെ കുറച്ചുകൂടെ അപ്പുറത്തെ എവിടെയെങ്കിലും ആയിട്ട് റൂമിലുണ്ടാകും. അതാ എന്റെ മേലുണ്ടോ? കാണുന്നില്ല. നിന്റെ വിൻഡോ ഐ ക്യാൻ സീ, ബട്ട് ഐ ക്യാൻ സീ ദ വെന്റിലേറ്റർ. ദാറ്റ് ഈസ് കറക്റ്റ്. ആ ബൾബിന്റെ മേളിലുള്ള ചെറിയ ഹോൾ കണ്ടില്ലേ? വെന്റിലേറ്റർ. മ്യൂട്ട് ചെയ്തോ മോനെ, സൗണ്ട് ഭയങ്കരമായിട്ട്. മ്യൂട്ട്. ഓക്കെ, ഫെയ്ത്തിന്റെ അവിടുന്ന് ഭയങ്കരമായിട്ടൊരു സൗണ്ട്. Okay, now what is ventilator? You understood now? What is ventilator? Okay, for what this is used, you know? എന്തിനാണ് ഈ സംഭവം? എല്ലാ വീടുകളും ജനൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ? Why you have to, since windows are there, doors are there, still why you have to keep the ventilators? You know? Air karan. Windows are there, no? Ventilators are only this much big one, but windows are so big, isn't it? And the doors are there still. എന്താ പിന്നെ മുകളിൽ അങ്ങനെ ഒരു സാധനം വെച്ചത്? വലിയ വിൻഡോസ് ഉണ്ട്. ആ വെന്റിലേറ്ററിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ റൂമിലെ വിൻഡോസ് അല്ലേ? ഡോറുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ പിന്നെ വെച്ചേക്കുന്നത് എന്തിനാണ്? ഇതെന്തിനാണെന്ന് വെച്ചാല് നമുക്കറിയാം, എയർ വെൻ ഇറ്റ് ഹീറ്റ്സ് ഇറ്റ് വിൽ റൈസ് അപ്പ്. ചിന്തിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്. When air gets heated, it rises up because it becomes heavyless or weightless. It rises up. Those air has to go out and fresh air should come. Fresh air എന്ന് പറയുമ്പോൾ വെയിറ്റ് ഉണ്ട്, പുറത്തെ എയർ ആണ് അല്ലെ? അതിന് ഈ ഹീറ്റ് എയറിനേക്കാൾ കൂടുതൽ എന്തുണ്ട്? ഭാരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജനലിൽ കൂടെ എയർ ഇങ്ങോട്ട് വരണം. അതുകൊണ്ട് ജനല് വിൻഡോസ് വി കീപ് ഡൗൺ ആൻഡ് വെന്റിലേറ്റേഴ്സ് ഷുഡ് കീപ് ടോപ്പ്. അണ്ടർസ്റ്റാൻഡ് നൗ? സിൻസ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതും നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൊണ്ടും ഒക്കെ ആണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള നമ്മുടെ റൂമിലൊക്കെ ഉള്ള എയറിന് കുറച്ചുകൂടി ചൂടുണ്ടാകും. ആ ചൂടുള്ള എയർ എന്ത് സംഭവിക്കുന്നു? When it is hot, it becomes heavyless and it will expand and it will spread. Means it rises, മുകളിലേക്ക് ഉയരും. It will go out through the ventilator and fresh air automatically we know that it has weight compared to the heat air. ചൂടായിട്ടുള്ള എയറിനെ അപേക്ഷിച്ച് നമ്മുടെ മറ്റേ എയറിന് ഭാരം കൂടുതലാണ്. ബിക്കോസ് ഇറ്റ് ഈസ് കൂള്. സോ ആ കൂൾ എയർ നമ്മുടെ ജനലിൽ കൂടെ ഉള്ളിലേക്ക് വരികയും ഹീറ്റ് എയർ മേലിൽ കൂടെ വെന്റിലേറ്ററിൽ കൂടെ പുറത്തു പോവുകയും ചെയ്യും. അണ്ടർസ്റ്റാൻഡ്? Okay. In houses made in earlier times, ventilators were provided high up on the walls. This was because the air we breathe out is warmer and lighter and rises up. We know that. നമ്മൾ breathe out ചെയ്യുന്ന എയറിന്റെ കൈ പിടിച്ച് നോക്കിയാൽ ചൂട് തോന്നില്ലേ? കൈക്കൊന്ന് breathe out ചെയ്താൽ ചൂടില്ലേ? Okay. ഈ during winter season when we breathe out, sometimes smoke comes out, isn't it? തണുപ്പ് കാലത്ത് നിങ്ങൾ breathe out ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പുക വരുന്ന പോലെ വായക്കത്ത് ഇങ്ങനെ വിടുന്ന സമയത്ത് സ്മോക്ക് വരുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ,
the air that we breathe out is warmer and lighter and rises up. Warm air escapes through the ventilators and it is replaced by the cool and heavier fresh air coming in doors and windows. മനസ്സിലായി ഇപ്പം എന്തിനാണ് വെന്റിലേറ്റർ വെക്കുന്നതെന്ന് വീടിന്റെ താഴെ ജനൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ജനലിന്റെ ഇതല്ല നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ചൂടുള്ള എയർ ആയിരിക്കും. അപ്പം ആ ചൂടുള്ള എയർ എന്ത് സംഭവിക്കുന്നു, പുറത്തോട്ട് പോകണമെങ്കിൽ അത് ഹെവിലെസ് ആണ്, അത് മേളിലേക്ക് പോകും. ആ എയർ പുറത്തോട്ട് പോകണം, അതിന് മേളിലാണ് നമ്മൾ വെന്റിലേറ്റർ വെക്കുന്നത്. പകരം ഫ്രഷ് എയർ ഡൗൺ ദ വിൻഡോ, ത്രൂ ദ വിൻഡോ ഇറ്റ് വിൽ കം ഇൻസൈഡ്. ഓക്കെ, നെക്സ്റ്റ്, central heating in buildings is based on the concept of convection currents. Normally water or oil is heated in a boiler. This sets up convection currents in the water or oil, because of which it can circulates through pipes that go through the rooms. Next, central heating in building is based on the concept of convection of currents. Usually നമ്മുടെ kitchen ഒക്കെ എവിടെയായിരിക്കും? In the middle of the house. സാധാരണ നിങ്ങളുടെയൊക്കെ വീട്ടിലെ കിച്ചൺ എവിടെയാ? വേർ ഇസ് യുവർ കിച്ചൺസ് പൊസിഷൻ? ഇസ് ഇറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഹൗസ്, മീൻസ് സെൻട്രൽ middle rooms? No, it will be in one side, isn't it? Usually the kitchen, and nowadays when you have build new houses and all, there are two types of kitchens. One is used for keeping LPG, means a gas cylinder and all, and in another one charcoal stove and all, isn't it? But in olden days, older houses and all have only one kitchens. ചില വീടുകളിൽ രണ്ട് കിച്ചൺ ഉണ്ട്, ചില വീടുകളിൽ ഒരെണ്ണേ ഉള്ളൂ. സാധാരണ എല്ലാ വീടുകളിലും കിച്ചൺ എന്ത് പറയുന്നത് ഒരു സൈഡിലായിരിക്കും, നോട്ട് ഇൻ ദ മിഡിൽ കേസ്, നടുക്കായിരിക്കില്ല. എന്താണ്? സെൻട്രൽ ഹീറ്റിംഗ് ഇൻ ബിൽഡിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസെപ്റ്റ് ഓഫ് കൺവെക്ഷൻ കറൻസ്. നോർമലി വാട്ടർ ഓർ ഓയിൽ ഈസ് ഹീറ്റഡ് ഇൻ എ ബോയിലർ. This sets up convection currents in the water or oil, because of which it circulates through the pipes that go through the rooms. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ അടുക്കളയിൽ തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചൂടെല്ലാം നമ്മുടെ റൂമിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ നടുക്കാണെങ്കിൽ എല്ലാ റൂമിലേക്കും വ്യാപിക്കും. അതിന് പകരം എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊക്കെ വീടുകളിൽ ചിമ്മിനി ഉണ്ടോ? Do you have chimneys at home? Maybe nowadays we have chimneys without smoke. The outside there will be a pipe, that smoke will go through that. ഇപ്പൊ എന്താ ആലുവ അടുപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അടുപ്പുകളുണ്ട്. അതായത് ചിമ്മിനിയില് അടുപ്പിലെ തീയുടെ പുകയെല്ലാം എന്ത് ചെയ്ത് അടുക്കളയിലൊന്നും ആകാതെ നേരെ പുറത്തൂടെ തന്നെ പോകുന്നു പൈപ്പിൽ കൂടെ, അല്ലെ? അത് റൂമിലേക്ക് ഒട്ടും കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്ത വീടുകളിലൊക്കെ ചിമ്മിനി ഉണ്ട്, ഉള്ളിൽ തന്നെയാണ് ചിമ്മിനി, നേരെ സ്മോക്ക് വിൽ ഗോ ദേർ. എന്തുകൊണ്ടാണ് നേരെ അത് മേലിലേക്ക് പോകുന്നത്? ബിക്കോസ് ഇവിടെ അടുപ്പിൽ ചൂടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്? ദാറ്റ് എയർ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് ഇറ്റ് റൈസസ് അപ്പ്, സ്ട്രെയിറ്റ്ലി ഇറ്റ് വിൽ ഗോ. So straightly it will go there. If it is in the middle of the house, if the kitchen is in the middle of the house, what will happen? We can't keep the chimney like that way. It will spread to the other rooms. മറ്റു റൂമുകളിലേക്കൊക്കെ വ്യാപിക്കും. In olden times means, even when I was small child, in my house there was only three rooms. 3 rooms means 2 bedrooms, 1 kitchen. And one courtyard was there. Courtyard means like എന്താ പറയുന്നത്, സിറ്റ് ഔട്ടിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള പഴയ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഈ പണ്ടത്തെ വീടുകളാണ്. ഇപ്പൊ അങ്ങനത്തെ വീടുകളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എല്ലാവരും പുതിയ വീടുകളൊക്കെ പണിയുമ്പോ നല്ല ഇപ്പത്തെ മോഡലിൽ പണിയും. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് climate was not so hot at that time, but nowadays climate is very hot compared to those days. അന്നത്തെ കാലത്തെ അടുപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിമ്മിനി ഒന്നും കെട്ടിയിട്ടില്ല, ചെറിയൊരു രീതിയിലുള്ള ചിമ്മിനിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്കത് പറ്റില്ല, കാരണം ക്ലൈമറ്റ് ഈസ് വെരി ഹോട്ട് ആൻഡ് ഹൗസസ് ആർ സോ ക്ലോസ്. At that time, if one house is there, means another neighbor's house is so far means ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ ഒരു 10-15 വീടിന് അപ്പുറത്തായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഒരു വീടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, പോപ്പുലേഷൻ ഇസ് മോർ, so houses are very closed. Isn't it? Very near, houses are very near. So from all these houses, this cooking heat comes out, and our human beings heat, and we know that many vehicles are there. Number of vehicles have been increased compared to the olden days. Nowadays in one house itself 2 or 3 vehicles will be there.
If 3 children and 3 children also will be having scooty or bike or car like that, 2-3 vehicles will be there in most of the houses. Only in few houses will be one vehicle will be there. അപ്പൊ ഇതിന്റെ എല്ലാ ഹീറ്റ് അങ്ങനെ ഒരുപാട് ഹീറ്റ് ഒരുപാട് ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, മോഡേൺ ടെക്നോളജി വെച്ച് നമ്മള് ഈ വീട്ടിലെ ചൂട് പോലും നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് പുറത്തേക്ക് വിടുകയാണ്. Central heating in building is based on the concept of convection currents. Normally, water or oil is heated in a boiler. This sets up convection currents in the water or oil, because of which it circulates through pipes that go through the rooms. Next, radiations. നമ്മുടെ radiationsന്റെ ഭാഗം നമുക്ക് പുതിയൊരു ഇതല്ലേ. Tomorrow we will take, okay? Tomorrow means Thursday we will take. Anyway, only 5 minutes are left. നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് സമയം തീരും. Radiation means what is that radiation? You know? എന്താ radiation എന്നൊക്കെ അറിയാമോ? റേഡിയേഷൻ ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആർക്കെങ്കിലും റേഡിയേഷൻ ചെയ്യുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? Have you ever heard the word radiation? Cancer patients nokku radiation cheyidu nokku parayunnu kettittundavum alle. Okay, then we will study in the next class. Okay, then bye then. Bye bye.